ിലേക്കുള്ള അടുത്തൊരു കണ്ടന്റ് ട്രേഡ് മാർക്കിലെ പ്രൊപ്പറേറ്റർ നമ്പർ ഉഡായിപ്പ്. ഇത് എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വ്യക്തികള് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് കോൺടാക്ട് ചെയ്യും. നമ്മളെടുത്ത് നിന്ന് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വാങ്ങി കളക്ട് ചെയ്യും. എന്നിട്ട് IP India വെബ്സൈറ്റിൽ ഇവരൊരു പ്രൊപ്പറേറ്റർ നമ്പർ ക്രിയേറ്റ് ചെയ്യും. അതിൽ നമ്മളെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മൊത്തം കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏത് അപ്ലിക്കേഷൻ ആണോ കൊടുത്തത് ഇങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽ അവിടെ ഉണ്ടാവും. എന്നിട്ട് ഇവര് ആ പ്രൊപ്പറേറ്റർ നമ്പർ അടങ്ങിയ ഡീറ്റെയിൽസിന്റെ ഒരു പ്രിന്റ് ഔട്ട് ക്ലയന്റിന് കൊടുക്കും. അപ്പൊ ക്ലയന്റ് നോക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത ആളാണെങ്കിൽ അയാൾ നോക്കുമ്പോൾ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ നമ്പർ പ്രൊപ്പറേറ്റർ നമ്പർ എന്നായിരിക്കും അതിന്റെ സൈഡിൽ ഉണ്ടാവുക. ആ പ്രൊപ്പറേറ്റർ നമ്പർ അതിലുണ്ടാവും. അതുപോലെ തന്നെ നോക്കുന്ന സമയത്ത് നമ്മൾ അപ്ലിക്കേഷന്റെ പേര് ഡീറ്റെയിൽ എല്ലാം അതിലുണ്ടാവും. പക്ഷെങ്കിൽ ഈ ചെയ്യുന്ന വ്യക്തി ഈ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യില്ല. ഇത് ഇന്ന് കേരളത്തിൽ നടക്കുന്ന വ്യാപകമായിട്ട് ട്രേഡ് മാർക്ക് റിലേറ്റ് ചെയ്തിട്ട് നടക്കുന്ന ഒരു ഉഡായിപ്പ് പരിപാടിയാണ്. ഇത് വിളിക്കുന്ന സമയത്ത് പറയും അറ്റോർണിയാണ്, അതുപോലെ തന്നെ ട്രേഡ് മാർക്ക് ഏജന്റ് ആണെന്നൊക്കെ പറയും. പക്ഷെങ്കിൽ ഈ പരിപാടി മൊത്തത്തിൽ ചെയ്യുന്നത് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആളുകള് എന്താ വെച്ചാൽ ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു ഹിന്ദിക്കാരൻ വിളിച്ചു കഴിഞ്ഞാല് ട്രസ്റ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്, ആരും അങ്ങനെ വർക്ക് കൊടുക്കൂല. അപ്പൊ ഇവര് സ്റ്റാഫിനെ ഇവിടെ ഹയർ ചെയ്ത് വെച്ചിട്ട് ഈ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ അധികം ആളുകളും എനിക്ക് ഷെയർ ചെയ്തിട്ടുള്ള ഓഡിയോയിലൊക്കെ ഒരു ലേഡിയാണ് ഇവരായിട്ടൊക്കെ സംസാരിക്കുന്നത്. പിന്നെ റേറ്റ് ഭയങ്കര ചീപ്പാണ്, 5200 5300 ഒക്കെ വായിക്കുന്നുള്ളൂ. പക്ഷെ ഇതിലെന്താ അറിയോ, 1000 റുപ്യ വാങ്ങിച്ചവരെ അയാൾക്ക് ലാഭമാണ്. ഇത് സബ്മിറ്റ് ചെയ്യുന്നില്ലല്ലോ. ഇതിൽ ഏറ്റവും വലിയ കോമഡി പാർട്ട് എന്താ വെച്ചാൽ ഈ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത വ്യക്തിന്റെ കയ്യിൽ ഈ ഒരു പ്രൊപ്പറേറ്റർ ഡോക്യുമെന്റ് ആയിട്ട് അയാൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇത് ഇന്ന് രജിസ്റ്റേർഡ് ആവും, നാളെ രജിസ്റ്റേർഡ് ആവും പറഞ്ഞിട്ട് 1-2 ആളുകൾ അയച്ചു വന്ന് അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇത് ചാനലിൽ പബ്ലിഷ് ചെയ്തില്ല. പക്ഷെ ഇതിലൊക്കെ പോയി പെടുന്ന ആളുകൾ ഒരു 6 മാസം കഴിഞ്ഞ് ഇവര് വിളിച്ചു നോക്കുന്ന സമയത്ത് ആ നമ്പറും അവൈലബിൾ ആയിരിക്കില്ല, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ ഡോക്യുമെന്റ്, നിങ്ങളെ കയ്യിലുള്ള ഡോക്യുമെന്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിന്റെ സൈഡിലായിട്ട് ട്രേഡ് മാർക്ക് പ്രൊപ്പറേറ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറും ബാക്കിയുള്ള ഡീറ്റെയിലും ആണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ അപ്ലിക്കേഷൻ രജിസ്ട്രിയിൽ സബ്മിറ്റഡ് അല്ല. ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവര് ഇത് റിലേറ്റ് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫർദർ ആയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്നുള്ളത് നമുക്ക് ആലോചിക്കുകയും ചെയ്യാം.